Good morning. Okay, ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? കാണുന്നില്ലേ നിങ്ങൾ? ഓക്കെ, ക്ലിയർ ആണോ? Yes. ഓക്കെ, നമ്മളിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു. ഓക്കെ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് മെക്കാനിക്കൽ വെന്റിലേറ്റർ? അവിടെ വരെയല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്തേനെ? എന്തൊക്കെയാണ് ഒരു മെക്കാനിക്കൽ വെന്റിലേറ്ററിന്റെ ബെനിഫിറ്റ്സ്, വെന്റിലേറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലെ? ഫസ്റ്റ് എന്താ? ദ പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ് ടു എക്സേർട്ട് ആസ് മച്ച് എഫേർട്ട് ടു ബ്രീത്ത് ചെയ്യാൻ അധികം എഫേർട്ട് എടുക്കേണ്ടി വരുന്നില്ല. ദ പേഷ്യന്റ് ബ്രീത്തിങ് ഈസ് ലൈക്ലി ടു ബിക്കം നോർമൽ. ബ്രീത്തിങ് സാധാരണ നിലയിലാക്കാൻ സാധ്യതയുണ്ട്. ഹെൽപ്പ് ദ പേഷ്യന്റ് റിസീവ് ആസ് മച്ച് ഓക്സിജൻ ആസ് ഹി ഓർ ഷീ റിക്വയർസ്. അവർക്ക് ആവശ്യത്തിലധികം ഓക്സിജൻ റിസീവ് ചെയ്യാൻ വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ ഫോർത്ത് പോയിന്റ് പറഞ്ഞ മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ എയർവേ. സ്ഥിരമായ ഒരു വായുമാർഗം എയർവേ മെയിൻറ്റെയിൻ ചെയ്യാൻ വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നു. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് പെർമിറ്റ്സ് മെഡിക്കേഷൻ ടു വർക്ക് ഔട്ട് ദ ബോഡി ടു മേക്ക് ബെറ്റർ അല്ലെ? മരുന്നുകൾ നമ്മള് മെഡിക്കേഷൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും ശരീരം മെച്ചപ്പെടുത്താനും അനുവദിക്കുന്നു. അപ്പൊ റിസ്കുകളെ ബെനിഫിറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. ഒരു പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വെന്റിലേറ്റർ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്തൊക്കെ അപകട സാധ്യതകളാണ് ഉണ്ടാകുന്നത്? റിസ്ക് ആണ് കേട്ടോ. റിസ്ക് ഓഫ് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് വെന്റിലേറ്ററിൽ ഇങ്ങനെ പേഷ്യൻസിനെ കിടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ്? നമുക്ക് ചില ട്രീറ്റ്മെന്റ് കാര്യങ്ങളുടെ ഭാഗമായിട്ട് ചില മെഷീൻസ് ഒക്കെ ആണെങ്കിലും ഉപയോഗിക്കുമ്പോൾ അല്ലെ, യൂറിൻ പോകാൻ യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ചധികം നാളെ കത്തീറ്റർ ഉപയോഗിക്കുകയാണ് യൂറിനറി ഇൻഫെക്ഷൻ പോലുള്ള ഇൻഫെക്ഷൻ സാധ്യതകളൊക്കെ ഉണ്ടാകാം. അത് എന്ത് ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടും നമ്മൾ അധികം ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ ചെറിയ സൈഡ് എഫക്ട്സ് വരാം അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും അപകട സാധ്യതകൾ വരാം. അപ്പൊ ഈ വെന്റിലേറ്റർ ഒരുപാട് നാള് അല്ലെങ്കിൽ വെന്റിലേറ്ററിൽ ദീർഘനാള് കിടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അപകട സാധ്യതകളാണ് ആ പേഷ്യൻസിന് സംഭവിക്കുന്നത്? നോക്കിയേ, ലൈഫ് ക്യാൻ ബി സേവ്ഡ് ബൈ എ വെന്റിലേറ്റർ. നമ്മൾ പഠിച്ച അല്ലെ, നമുക്ക് വെന്റിലേറ്ററിലൂടെ നമുക്കൊരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റും അല്ലെ. ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ പെട്ടെന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റുമ്പോൾ അവർക്കടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു പക്ഷെ വെന്റിലേറ്റർ അങ്ങനെ ഒരു ഇതില്ലെങ്കിൽ ചിലപ്പോൾ ആ പേഷ്യന്റ് ഡെത്ത് ആവാൻ ചാൻസ് ഉണ്ട് അല്ലെ, മരണപ്പെട്ടു പോകാൻ വരെ ചാൻസ് ഉണ്ട് ബ്രീത്തിങ് കിട്ടിയില്ലെങ്കിൽ അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അത്രയും ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയുള്ള ഇത് റിസ്ക്. പേജ് നമ്പർ ഫാത്തിമയ്ക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. പേജ് നമ്പർ ആരെങ്കിലും? 65 ട്ടോ. സൂര്യ ഇവിടെ ഷെയർ ചെയ്തിരുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? വെന്റിലേറ്റർ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ലൈഫ് സേവ് ചെയ്യാൻ പറ്റും അല്ലെ. അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നെവർത്തിലെസ് ലൈക്ക് അതർ ട്രീറ്റ്മെന്റ്, നെവർത്തിലെസ് എന്ന് പറഞ്ഞാൽ ഹവർ എങ്കിലും, ഹവർ ലൈക്ക് അതർ ട്രീറ്റ്മെന്റ് മറ്റുള്ള ട്രീറ്റ്മെന്റ്സിനെ പോലെ തന്നെ വെന്റിലേറ്റർ എന്തുണ്ടാക്കുന്നു? വെന്റിലേറ്റർ ക്യാൻ കോസ് ഫ്യൂച്ചർ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നു. മറ്റുള്ള ആ ട്രീറ്റ്മെന്റുകളെ പോലെ തന്നെ വെന്റിലേറ്റർ കുറച്ച് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. ദിസ് ഈസ് മോർ കോമൺ ഇഫ് ദ പേഷ്യന്റ് ഈസ് ഓൺ എ വെന്റിലേറ്റർ ഫോർ എ പ്രൊലോങ്ഡ് പീരീഡ്. ലോങ് പീരീഡ് എന്താണ്? സാധാരണ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ചില റിസ്കുകളാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തേക്കുന്നത്. എങ്ങനെ? കുറച്ച് ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് സാധാരണ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് റിസ്കുകൾ ആണ് ഈ കൊടുത്തേക്കുന്നത് കേട്ടോ.
A few of the most common risks connected with the being on a ventilator include. അപ്പൊ വെന്റിലേറ്റർ കണക്ട് ചെയ്യുന്ന പേഷ്യൻസിന് സാധാരണ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് അപകട സാധ്യതകളാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നോക്കിക്കോട്ടോ. ഫസ്റ്റ് വൺ ആണ് ഇൻഫെക്ഷൻ. ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്തിനുള്ള ഒരു അപകട സാധ്യതയുണ്ട്? ഇൻഫെക്ഷനുള്ള അപകട സാധ്യതയുണ്ട്. ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. What is the main risk being on a ventilator with a breathing tube is infection. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ വെന്റിലേറ്റർ രണ്ട് രീതിയിൽ പറഞ്ഞു. ഒന്നില്ലെങ്കിൽ മാസ്ക് വെച്ചിട്ടാകാം, അല്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് ആകാം അല്ലെ. കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആണ്, മാസ്ക് പറ്റില്ല, അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ബ്രീത്തിങ് ട്യൂബ് ആണ് കണക്ട് ചെയ്യുക. ആ ട്യൂബ് നേരെ നമുക്ക് തൊണ്ടയിൽ കൂടെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ലങ്സിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ കൊടുക്കാനായിട്ട്. അപ്പൊ ഈ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ നമുക്ക് ഇടുമ്പോൾ എന്താണ് അവിടെ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. Fluid and mucus develop in throat and windpipe can permit germs to pile up on the breathing tube. Okay, അപ്പൊ എന്താ പറഞ്ഞത്? Fluids and mucus developing okay. എന്താണ് ആ സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത്? Fluid and mucus developing throat and windpipe can permit germs. Permit എന്ന് വെച്ചാൽ allow, അനുവദിക്കുക. പൈലപ്പ് എന്ന് പറഞ്ഞാൽ അടിഞ്ഞുകൂടുക, അക്യുമുലേറ്റ് ചെയ്യുക, അടിഞ്ഞുകൂടുക എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അപ്പൊ എന്ത് പറ്റാം? ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്ലേഷ്മം. നമ്മുടെ മൂക്കിലൊക്കെ ഉള്ളതുണ്ടല്ലോ ഇങ്ങനെ ഒരു വഴുവഴുപ്പ്, ഇത് ശ്ലേഷ്മം. ഇത് നമ്മുടെ തൊണ്ടയില് അതുപോലെ വിൻഡ് പൈപ്പില് എന്ത് ചെയ്യുന്നു? അവിടെ ആ ജേംസിനെ വളരാനായിട്ട് അനുവദിക്കുന്നു. അവിടെ പൈലപ്പ് എന്ന് വെച്ചാൽ അടിഞ്ഞുകൂടുക എന്നുള്ളത്. പെർമിറ്റ് ജേംസ് ടു പൈലപ്പ് ഓൺ ദ ബ്രീത്തിങ് ട്യൂബ്. കണ്ടോ, ആ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ ഇടുമ്പോൾ അവിടെ ആ ഫ്ലൂയിഡ്സ്, മ്യൂക്കസ് ത്രോട്ടില് അതുപോലെ തന്നെ വിൻഡ് പൈപ്പിലുള്ളതല്ലേ, അത് എന്ത് ചെയ്യുന്നു? ജേംസിനെ വളരാനായിട്ട് അനുവദിക്കുന്നു. അല്ലെങ്കിൽ ജേംസ് അവിടെ ആ ബ്രീത്തിങ് ട്യൂബിന്റെ അവിടെ ജേംസ് ഇങ്ങനെ എന്താ പറയാ അക്യുമുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പൈലപ്പ് ചെയ്യുക, അടിഞ്ഞുകൂടാനായിട്ട് അനുവദിക്കുന്നു. These germs can then move into the lungs. അപ്പൊ അവിടെ ഇങ്ങനെ ജേംസ് ഉണ്ടായിട്ട് ആ ജേംസ് എങ്ങോട്ട് വരുന്നു? അപ്പൊ നേരെ ലങ്സിലേക്ക് വരുന്നു. കണ്ടോ, this can increase the risk of developing pneumonia. അപ്പൊ ലങ്സിന് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും, അതെന്തിലേക്ക് നയിക്കും? ന്യൂമോണിയ. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ ആ ഒരു രോഗത്തിലേക്ക്, നെഞ്ചിനെ തീർക്കിട്ട് വരിക അല്ലെ. ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന് ആ ഒരു ന്യൂമോണിയ എന്ന് പറഞ്ഞ ആ ഒരു അപകടത്തിലേക്ക്, ആ ഒരു രോഗത്തിലേക്ക് വരും. സൈനസ് ഇൻഫെക്ഷൻ ആർ ഓൾസോ യൂഷ്വൽ വിത്ത് ബ്രീത്തിങ് ട്യൂബ്. അടുത്ത സൈനസ് ഇൻഫെക്ഷൻ. സൈനസ് എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ടോ? നമ്മുടെ മൂക്കിന്റെയും അതുപോലെ തന്നെ കണ്ണിന്റെയും ഒക്കെ ചുറ്റിനായി കാണപ്പെടുന്ന വായു അറകളാണ് സൈനസ് എന്ന് പറയുന്നത് കേട്ടോ. സൈനസ്. അപ്പൊ അങ്ങനെ അവിടെ എന്താണ് ഉണ്ടാവാം? സൈനസ് ഇൻഫെക്ഷനും ഓൾസോ ബ്രീത്തിങ് ഇങ്ങനെ ഉണ്ടാക്കും. ഇത് ഈ ബ്രീത്തിങ് ട്യൂബ് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒന്നില്ലെങ്കിൽ എന്താ പറഞ്ഞത്, നമുക്ക് ഈ ത്രോട്ടിലും വിൻഡ് പൈപ്പിലും ഒക്കെ ആ മ്യൂക്കസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അവിടെ ജേംസ് വളരാനായിട്ട് അനുവദിക്കുന്നു. ആ ജേംസ് നേരെ എങ്ങോട്ടേക്ക് പോകുന്നു? ലങ്സിലേക്ക് പോയിട്ട് അങ്ങനെ ന്യൂമോണിയ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വരാം. ഇനി അടുത്ത രണ്ടാമത് പറഞ്ഞേക്കാനാണ് സൈനസ്. സൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈനസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ, സൈനസ് എന്ന് പറയുന്നത് മൂക്കിനും കണ്ണിനും ചുറ്റിലൊക്കെ ആയി കാണപ്പെടുന്ന വായു അറകളാണ്. അവിടേക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് സൈനസ് ഇൻഫെക്ഷനും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കിട്ടിയോ? ഒന്നാമത്തെ റിസ്ക് എന്താണ്? ഇൻഫെക്ഷൻ ആണ്. ക്ലിയർ ആയോ? നോക്കി, കുറെ നാള് അല്ലെങ്കിൽ ലോങ് പീരീഡ്, ഇപ്പൊ ഒരു ദിവസം 2 ദിവസം അങ്ങനെ വെന്റിലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞ പേഷ്യൻസിന് വരുന്ന കാര്യമല്ല എന്ന് പറഞ്ഞേക്കണേ. പ്രിലോങ്ഡ് പീരീഡ്. കണ്ടോ, വെന്റിലേറ്റർ ഫോർ എ പ്രിലോങ്ഡ് ഓർ ലോങ് പീരീഡ് വെന്റിലേറ്റർ. ചില ആളുകൾക്ക് ഇങ്ങനെ അപകടമൊക്കെ പറ്റിയിട്ട് 1 മാസം അല്ലെ, ഒത്തിരി നാളുകളൊക്കെ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് കോമൺ ആയിട്ട് വരുന്ന അപകടങ്ങളാണ്, അതേ റിസ്കുകളാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്. അതിലാണ് ഫസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ സംഭവിക്കാം.
ക്ലിയർ അല്ലേ? രണ്ടാമത്തെയാണ് ഇറിറ്റേഷൻ. ഇറിറ്റേഷൻ ഉണ്ടാവാം അല്ലെ? ഈ എന്തായാലും നമുക്ക് എന്താ ഈ ട്യൂബ് ഇങ്ങനെ ഇറക്കി വെക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഇറിറ്റേഷൻ വരും അവിടെ അല്ലെ? The breathing tube can tap against and irritate the throat or lungs. അത് നേരെ ഇറക്കി വെക്കുകയാണ് നമ്മുടെ ത്രോട്ടിൽ കൂടെ അല്ലെ? ആ ട്യൂബ് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേ എന്ത് പറ്റുന്നു, നമുക്ക് അവിടെ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവാം അല്ലെ? നമ്മുടെ എന്താ പറയാ, തൊണ്ടയിലെങ്ങാനും ഒരു ചെറിയൊരു മുള്ള് ചേർന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവില്ലേ? ഒരു ചെറിയൊരു മുള്ളെങ്ങാനും ഒന്ന് ജസ്റ്റ് നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോ ഇഞ്ചി എന്തെങ്കിലുമൊക്കെ കയറി നമുക്ക് അത് പോണ വരേക്കും നമുക്കൊരു ബുദ്ധിമുട്ട്. അപ്പൊ നോക്കിയേ, തൊണ്ടേക്കൂടെ ഒരു ട്യൂബ് അങ്ങോട്ട് ഇറക്കി വെക്കുമ്പോ നമുക്ക് എന്താ, ഓൾറെഡി നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും അല്ലെ? ആ സാധാരണ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ മാറി ഒരു ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. ഇറ്റ് ക്യാൻ ഓൾസോ മേക്ക് ഇറ്റ് ഹാർഡ് ടു കം. അതെന്താ, നമുക്ക് ചുമയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് ചുമയ്ക്കാൻ പറ്റുമോ അങ്ങനെ ഒരു കൊള്ളിൽ ഇങ്ങനെ ഇറക്കി വെക്കുമ്പോൾ അല്ലെ? ചുമ വന്നാല് നമുക്ക് ചുമയ്ക്കാനായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാകാം. ഓക്കെ, അപ്പൊ അതാണ് ഇറിറ്റേഷൻ. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇൻഫെക്ഷൻ സംഭവിക്കാം, രണ്ടാമത്തെ ഇറിറ്റേഷൻ. മൂന്നാമത്തെ നോക്കിയേ, വോക്കൽ കോഡ് ഇഷ്യൂസ്. വോക്കൽ കോഡ് ഇഷ്യൂസ്. A breathing tube goes through a voice box or larynx which consists of a vocal cords. Vocal cords എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഈ വോയിസ് ബോക്സില്ലേ, നമ്മുടെ വോയിസ് ബോക്സിന്റെ ഉള്ളിലുള്ള ബാൻഡുകളാണ് വോക്കൽ കോഡ്സ് എന്ന് പറയുന്നത്. ഈ വോയിസ് ബോക്സിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന അതിനകത്തുള്ള വോയിസ് ബോക്സിലുള്ള രണ്ട് ബാൻഡുകളാണ് കേട്ടോ. രണ്ട് ബാൻഡുകളാണ് വോക്കൽ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, a breathing tube goes through the voice box which consists of vocal cords. vocal cords ഉള്ളിലെ ആ ബാൻഡ്, നമുക്ക് ആ വോക്കൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ വോയിസ് ബോക്സിൽ ഉള്ളിൽ കാണപ്പെടുന്ന ഒരു രണ്ട് ബാൻഡുകളാണ് വോക്കൽ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ വോക്കൽ കോഡ്സ് ഇഷ്യൂസ് സംഭവിക്കാം ഇങ്ങനെ ആ ട്യൂബ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കുമ്പോൾ കേട്ടോ. ദിസ് ഈസ് വൈ ദ പേഷ്യന്റ് ക്യാൻ സ്പീക്ക് when being on a ventilator. നമുക്കറിയാവുന്ന കാര്യം, നമുക്ക് പേഷ്യൻസിന് സംസാരിക്കാൻ പറ്റുമോ? വെന്റിലേറ്ററിൽ ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് കിടക്കുന്ന പേഷ്യൻസിന് നമ്മൾ നോർമലി സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല. അവർക്ക് can't speak when being on a ventilator. വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. The breathing tube can harm the voice box. അപ്പൊ നമുക്ക് ഈ ബ്രീത്തിങ് ട്യൂബ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഈ വോയിസ് ബോക്സിന് എന്താണ്, ഹാർംഫുൾ ആണ്, ദോഷകരമാണ്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ പോയിന്റ് ഓർത്ത് വെക്കാം, വോക്കൽ കോഡ് ഇഷ്യൂസ് സംഭവിക്കാം. അതാണ് പൾമണറി എഡിമ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം, ആ സെന്റൻസ് അതുപോലെ തന്നെ ചോദിക്കാം. എന്താണ് പൾമണറി എഡിമ? ആ കണ്ടീഷൻ എന്താണ്? The air sac in the lungs can get filled up with the fluid. നമ്മുടെ ഈ എയർ സാക്ക്, വായു അറകള്, ലങ്സിലുള്ള വായു അറകളില്ലേ, അവിടെ ആ ഫ്ലൂയിഡ്സ് വന്ന് ഫില്ല് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. നമ്മുടെ ശ്വാസകോശത്തിലെ ലങ്സിലെ വായു അറകളില് ഫ്ലൂയിഡ്സ് നിറയുന്ന അവസ്ഥ. ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഫ്ലൂയിഡ് എന്നുള്ളത് നോക്കിയാൽ നിങ്ങളുടെ ടെക്സ്റ്റില് ഫ്ലൂയിഡ് കേട്ടോ, FLUID, ഫ്ലൂയിഡ്. ഫ്ലൂയിഡ് വന്ന് നിറയാണ് എവിടെ? എയർ സാക്സ്, വായു അറകളില് ഫ്ലൂയിഡ് വന്ന് നിറയുന്ന അവസ്ഥയാണ് പൾമണറി എഡിമ എന്ന് പറയുന്നത്. കണ്ടീഷൻ ആയിട്ട് തന്നെ ചോദിക്കും. The air sac in the lungs can get filled up with fluid is called dash. ഇതാ നമുക്ക് പൾമണറി എഡിമ. അത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ സെന്റൻസ് അത് മാത്രം ഫുള്ളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. അടുത്ത് നോക്കിയ ബ്ലഡ് ക്ലോട്ട്സ്. ഇനി എന്താണ്? ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ലൈങ് ദ സെയിം പൊസിഷൻ ഫോർ എ ലോങ് ടൈം ക്യാൻ എൻഹാൻസ് ദ റിസ്ക് ഓഫ് ബ്ലഡ് ക്ലോട്ട്സ് ഫോമിങ്. ഇനി നമ്മൾ സെയിം പൊസിഷനിലാണ് ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു കിടക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുമോ? അനങ്ങാതെ നമ്മളിങ്ങനെ നേരെ തന്നെ കിടക്കുക അല്ലെ? അപ്പൊ കുറെ സമയം സെയിം പൊസിഷനിൽ തന്നെ അവരിങ്ങനെ കിടക്കുക. അവരെ നമുക്ക് എണിച്ച് നടക്കാൻ പറ്റുമോ? ഇടയ്ക്ക് ഒന്ന് എണിച്ചിരിക്കാനോ അല്ലെങ്കിൽ എനിക്കൊന്ന് നടക്കാനോ ചെരിഞ്ഞു കിടക്കാനോ ഇതിനൊന്നും പറ്റില്ല അല്ലെ? സെയിം പൊസിഷനിൽ തന്നെ അവര് കിടക്കുന്ന കുറെ. അത് എന്തിന് കാരണമാകും? ക്യാൻ എൻഹാൻസ് ദ റിസ്ക് ഓഫ് ബ്ലഡ് ക്ലോട്ട്സ് ഫോമിങ്. ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് രക്തയോട്ടം വരണ്ടേ
അല്ലെ? നമ്മൾ ഓടിച്ചാടിയൊക്കെ എഞ്ചിൻ നടക്കുമ്പോഴല്ലേ ശരിക്കും ആ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്, അല്ലെ? അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, ആ ഭാഗത്ത് അധികം രക്തയോട്ടം വരില്ല. അപ്പൊ അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത്രയും പോയിന്റ്സ് ക്ലിയർ ആണോ നോക്കിയേ? ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് സംഭവിക്കാവുന്ന അപകട സാധ്യതകൾ: ഇൻഫെക്ഷൻ സംഭവിക്കാം, ഇറിറ്റേഷൻ ഉണ്ടാക്കാം, വോക്കൽ കോഡ്സിന് ഇഷ്യൂസ് പ്രോബ്ലം സംഭവിക്കാം, പൾമണറി എഡിമ. അതെന്താ പൾമണറി എഡിമ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ലങ്സ് അല്ലെ വായു അറകള് ഈ ഫ്ലൂയിഡ് കൊണ്ട് നിറയുന്ന അവസ്ഥ. ദെൻ അടുത്ത ബ്ലഡ് ക്ലോട്ട് ആകാം, ബ്ലഡ് ക്ലോട്ട്സ്. നെക്സ്റ്റ് നോക്കിയേ, സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. സെഡേഷൻ റിലേറ്റഡ് ഡിമെൻഷ്യ. അപ്പൊ അവർക്ക് കുറെ ഇതെന്താ സെഡേഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരാം, മെഡിക്കേഷൻസുകൾ കൊടുക്കേണ്ടി വരാം, അല്ലെ? അപ്പൊ അതുമായി സംഭവിച്ച് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ ഏൽക്കുന്ന എന്തെങ്കിലും ഒരു ആഘാതോ എന്തെങ്കിലും മൂലം നമുക്ക് ഗുരുതരമായിട്ട് മറവി ഉണ്ടാകുന്ന ഒരവസ്ഥ, ഓർമ്മയില്ലാത്ത ഒരവസ്ഥ. അതാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. സെഡേഷൻ ഇങ്ങനെ അവർക്ക് ഇങ്ങനെ സെഡേഷൻ ഒക്കെ കൊടുക്കുന്നത് മൂലം അവർക്ക് എന്താ പറയാ, അങ്ങനെ ഒരു ഓർമ്മക്കുറവ് പോലെ ഉണ്ടാക്കാം, ഒരു മറവി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ സെഡേഷൻ അമിതമായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് കഴിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഓർമ്മക്കുറവ് നമുക്ക് മറവി ഉണ്ടാക്കാം. ആ ഒരു അവസ്ഥയാണ് ഡിമെൻഷ്യ എന്ന് പറയുന്നത്. This can be resulted by the sedatives and many other medication provided to an individual who is on a ventilator with a breathing tube. കണ്ടോ, വെന്റിലേറ്ററിൽ ബ്രീത്തിങ് ട്യൂബ് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ആ ഇൻഡിവിജ്വൽസ് ആളുകൾക്ക് മെഡിക്കേഷൻസും ധാരാളം മരുന്നുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? അതൊക്കെ ഭയങ്കര ഡോസ് ആയിട്ടുള്ള മരുന്നുകളാണ്. അതുപോലെ തന്നെ സെഡേറ്റീവ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? അവർക്ക് ഡിമെൻഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മറവി ഉണ്ടാകുന്ന ഒരവസ്ഥ, മറവി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് അത്. സെഡേഷനും പിന്നെ അതുപോലെ തന്നെ മെഡിക്കേഷൻസും ഒക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ട് അതുമൂലം മറവി ഉണ്ടാകുന്ന ഒരവസ്ഥ. അടുത്താണ് ഫ്ലൂയിഡ് ഓവർലോഡ്. ഫ്ലൂയിഡ്സ് ഓവർലോഡ് എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് ഫ്ലൂയിഡ്സ് നിറയാവുന്ന അടുത്തൊരു പ്രശ്നമാണ്. ദിസ് ക്യാൻ ബി കോസ്ഡ് ബൈ കണ്ടിന്യൂസ് ഇൻഫ്യൂഷൻ, ഡ്രഗ് ടോക്സിറ്റി ആൻഡ് റീനൽ ഫെയിലിയർ. റീനൽ ഫെയിലിയർ എന്ന് പറഞ്ഞാൽ കിഡ്നി ഫെയിലിയർ മൂലമോ അല്ലെങ്കിൽ മരുന്നുകളുടെ ആ വിഷാംശം. നമുക്കറിയാം, നമ്മൾ ഇതൊന്നും കഴിക്കുന്ന മരുന്നുകളൊന്നും 100% നമുക്ക് ആ രോഗം മാറാനാണെങ്കിൽ പോലും നമുക്ക് എന്താ അതിൻ്റെതായ ഇതുണ്ട് അല്ലെ? പല മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് ചില തളർച്ച, ക്ഷീണമൊക്കെ ഉണ്ടാകാം അല്ലെ? അതിന് ചെറിയ രീതിയിലുള്ള എന്താ ടോക്സിറ്റി പോലെ വിഷാംശമാണ്, നേരെ ഡയറക്റ്റ് വിഷമല്ല എങ്കിൽ പോലെ എന്താ പറയാ, അങ്ങനെ ആ മരുന്നുകൾ മൂലം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ റീനൽ ഫെയിലിയർ മൂലം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അത് ആ മരുന്നുകളൊക്കെ കഴിക്കുന്നത് മൂലം നമുക്ക് ഫ്ലൂയിഡ്സ് നമുക്ക് എന്താ അതിന്റെ അളവ് കൂടാം. അങ്ങനെ ആ ഒരു കണ്ടീഷൻ വരാം, അങ്ങനെ ഒരു അപകട സാധ്യത വരാം. ഫ്ലൂയിഡ് ഓവർലോഡ്, അത് ആ പോയിന്റുകൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഫ്ലൂയിഡ് ഓവർലോഡ്. ലാസ്റ്റ് ആണ് ലങ് ഇഞ്ചുറി. ലങ്സിന് ഇഞ്ചുറി സംഭവിക്കാം. എങ്ങനെയാന്ന് നോക്കിയേ, വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ്. ലങ്സിന് നമ്മുടെ ശ്വാസകോശത്തിന് ഡാമേജ് സംഭവിക്കാം. ദിസ് ക്യാൻ ഒക്കർ ഫോർ സെവറൽ റീസൺ. ഇത് പറയുന്നത് അത് ഡാമേജ് എങ്ങനെ ലങ്സിന് ഇഞ്ചുറി സംഭവിക്കാൻ പറ്റും കാരണമാകുന്ന കുറച്ച് റീസൺസ് ആണ് താഴെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്താ, വെന്റിലേറ്റർ ക്യാൻ കോസ് ലങ് ഡാമേജ് സംഭവിക്കാം. അപ്പൊ ആ പോയിന്റുകൾ മാത്രം നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ സംഭവിക്കാം, ഇറിറ്റേഷൻ ഉണ്ടാകാം, വോക്കൽ കോഡ് ഇഷ്യൂസ് ഉണ്ടാകാം, പൾമണറി എഡിമ, then blood clots, then sedation related dementia, then fluid overload, lung injury. ഓക്കെ, അതില് പൾമണറി എഡിമ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് വെക്കുക, പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത് നോക്കിയേ, ഈ ലങ് ഇഞ്ചുറി അല്ലെങ്കിൽ വെന്റിലേറ്റർ ഇങ്ങനെ ദീർഘനാള് വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ ലങ്സിന് ഡാമേജ് സംഭവിക്കാം അല്ലെ? ലങ് ഡാമേജ് ഉണ്ടാകാം. അത് നോക്കിയേ, എന്തൊക്കെയാണ് അതിന് കാരണം നോക്കിയേ. എയർ പ്രഷർ ഇൻ ദ ലങ്സ് ഗോയിങ് ബിയോണ്ട് എ നോർമൽ ലിമിറ്റ്. നമ്മുടെ എയർ പ്രഷർ ഇല്ലേ, നമ്മുടെ ലങ്സിലെ ആ എയർ പ്രഷർ
എയർ പ്രഷർ സാധാരണ പരിധിക്ക് അപ്പുറം പോകുന്നു, പ്രഷർ കൂടാണ്, അപ്പോ ലങ് ഡാമേജ് സംഭവിക്കാം. എന്താണ് ഒന്നാമത്തെ കാരണം? ലങ്സ് ഡാമേജ് ആവാനുള്ള അല്ലെങ്കിൽ ലങ് ഇഞ്ചുറി സംഭവിക്കാനുള്ള 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞേക്കുന്നത്, റീസൺസ് ആണ്. ഒന്നാമത്തെ എന്താ? ഈ എയർ പ്രഷർ, ലങ്സിലെ എയർ പ്രഷർ നോർമൽ ലിമിറ്റിനും അപ്പുറത്തേക്ക് പോകാം. ബിയോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? അതിനപ്പുറം. ആ പ്രഷർ നോർമൽ ആ ലിമിറ്റിലും അപ്പുറത്തേക്ക് പോകാം, അപ്പുറത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ വരികയാണെങ്കിൽ ലങ്സിന് ഇഞ്ചുറി സംഭവിക്കാം. അടുത്ത് നോക്കിയേ, എയർ സീൽസ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ചെസ്റ്റ് വാൾ, ന്യൂമോതൊറാക്സ്. നോക്കിയേ, എയർ സീൽസ് ഇൻടു ദ സ്പേസ് ബിറ്റ്വീൻ, എയർ എങ്ങോട്ട് സീപ്പ് ചെയ്ത് പോകാം? ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയില്, ലങ്സിനും ആ ചെസ്റ്റിന്റെ വാളിനും ഇടയിലുള്ള സ്ഥലത്തേക്ക് വായു സീപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഫ്ലോ, ഒഴുകുക, അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോഴും ലങ്സിന് എന്ത് പറ്റാം? ഇഞ്ചുറി സംഭവിക്കാം, അല്ലെങ്കിൽ ലങ്സിന് ഡാമേജ് പറ്റാം. എയർ ലങ്സിനും ചെസ്റ്റ് വാളിനും ഇടയില് എന്ത് ചെയ്യുന്നു? ആ എയർ ഒഴുകുന്നു, അല്ലെങ്കിൽ എയർ നിറയുന്നു. അതും ലങ്സ് ഡാമേജ് സംഭവിക്കാനുള്ള കാരണമാണ്. അടുത്തതാണ് ഓക്സിജൻ ടോക്സിസിറ്റി. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഓക്സിജൻ ടോക്സിറ്റി എന്ന് വെച്ചാൽ എന്താ? ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. ലങ്സിൽ ആവശ്യത്തിൽ അധികം ഓക്സിജൻ വരുന്ന ഒരവസ്ഥയാണ് ഓക്സിജൻ ടോക്സിറ്റി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ടോക്സിറ്റി എന്ന് പറയുന്നത് ടു മച്ച് ഓക്സിജൻ ഇൻ ദ ലങ്സ്. അപ്പൊ ഇങ്ങനെ ഈ 3 കാരണങ്ങൾ കൊണ്ടും എന്ത് സംഭവിക്കാം? ലങ്സിന് ഡാമേജ് സംഭവിക്കാം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിസ്ക് ബീങ് ഓൺ എ വെന്റിലേറ്റർ? ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ അപകട സാധ്യതകൾ വരാം? അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിസ്ക് എന്ന് ചോദിക്കാം കേട്ടോ. നോട്ട് എ റിസ്ക് ബീങ് ഓൺ എ വെന്റിലേറ്റർ. അപ്പൊ ഈ നമ്മൾ പഠിച്ച പോയിന്റ്സ് അല്ലാത്ത വേറെ ഏതെങ്കിലും എടുത്ത് വരാം, അല്ലെങ്കിൽ ഓപ്ഷൻസ് ആയിട്ട് തരാം. അപ്പൊ ഈ പോയിന്റ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഇത്രയും പ്രശ്നങ്ങളൊക്കെ വെന്റിലേറ്ററിൽ ദീർഘനാൾ കിടക്കുന്ന പേഷ്യൻസിന് സംഭവിക്കാം. അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. ഹു അറ്റൻഡ് ടു ദ പേഷ്യന്റ് ഓൺ എ മെക്കാനിക്കൽ വെന്റിലേറ്റർ? ഒരു വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ആരൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത്? അവരെ ആരൊക്കെയാണ് നോക്കുന്നത്? The patients who are mechanically ventilated, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ആരൊക്കെയാ നോക്കി? കെയർ പ്രൊവൈഡേഴ്സ് ലൈക്ക് ആരൊക്കെ അവരെ നോക്കും? ഫിസിഷ്യൻ. ആരൊക്കെ നോക്കുന്ന, കെയർ ചെയ്യുന്നത് ആരൊക്കെയാ? ഫിസിഷ്യൻ, ഡോക്ടർ, ഫിസിഷ്യൻ, അനസ്തെറ്റിക്സ്റ്റ്, അനസ്തേഷ്യ നൽകുന്ന ആള് അല്ലെ, അനസ്തെറ്റിക്സ്റ്റ് നോക്കും. പൾമണറി സ്പെഷ്യലിസ്റ്റ്. അടുത്താണ് പൾമണറി സ്പെഷ്യലിസ്റ്റ്. ഏതാണ് പൾമണറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? ലങ്സിനെയൊക്കെ നോക്കുന്നത് അല്ലെ, സ്പെഷ്യലൈസ് ചെയ്ത ലങ്സിലുള്ള കണ്ടീഷൻസ്, ലങ്സിനെ സ്പെഷ്യലൈസ് ചെയ്ത ലങ്സ് സ്പെഷ്യലിസ്റ്റ് ആണ് പൾമണറി സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. അപ്പൊ അവരെ ഇങ്ങനെ തെറാപ്പി ഒക്കെ ചെയ്യാം, ബ്രീതിങ് ഒക്കെ നമുക്ക് അവർക്കടെ ആ നോർമലിലേക്ക് ആവാനായിട്ട് ചെറിയ ചെറിയ എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കാം, ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫിസിയോതെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. Then and nurses are liable എന്ന് പറഞ്ഞാൽ ബാധ്യതയുണ്ട് ഇത് ടു ടേക്ക് കെയർ ഓഫ് ദം, അവരെ നോക്കാൻ. അപ്പൊ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യാൻ ആർക്കൊക്കെ ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയാ നോക്കുന്നത്? ഫിസിഷ്യൻ, അനസ്തെറ്റിസ്റ്റ്, പൾമണറി സ്പെഷ്യലിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ് ഓർ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, നേഴ്സസ്. അത്രയും പേരുകൾ കെയർ ചെയ്യും. അണ്ടർലൈൻ ചെയ്ത് വെച്ചോ കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു കുഞ്ഞു സെക്ഷനും കൂടി ഉള്ളൂ. ദ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. ഈ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നത്? The preventive maintenance of equipments to be done periodically. അപ്പൊ വെന്റിലേറ്റർ എന്ന് പറഞ്ഞ മെഷീനാണ് അല്ലെ, അപ്പൊ അതിന് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? പീരിയോഡിക്കലി എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ, പ്രിവെന്റീവ് മെയിൻ്റനൻസ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. എന്തെങ്കിലും ഒരു ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒന്നും വരാൻ പാടില്ല അല്ലെ.
ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നു, പ്രിവെന്റീവ് മെയിൻ്റനൻസ്. അത് എന്താ അപകടം പറ്റാത്തതാണെങ്കിലും നമ്മളിപ്പോ എന്താ 2 ആഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മന്ത്ലി ഒക്കെ മെഷീൻസ് കാര്യങ്ങൾ അതിന്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് ഓക്കെ ആക്കണം. എപ്പോഴും എല്ലാ ടൈമിലും ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ ഓക്കെ ആക്കണം ആ മെഷീന്. അപ്പൊ അതിന് ആ വെന്റിലേറ്ററിന്റെ അങ്ങനെയുള്ള എന്താണ് ആ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പീരിയോഡിക്കലി ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. അത് ആര് ചെയ്യണം? അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണത്. Then obtainability of well-trained staff in care of patient in ventilator. Obtainability, വെന്റിലേറ്ററിന്റെ പേഷ്യൻസിനെ പരിചരിക്കുന്നതിന് ആര് വേണം? വെൽ ട്രെയിൻഡ് സ്റ്റാഫ്, നല്ല ട്രെയിനിങ് ഉള്ള സ്റ്റാഫ് വേണം. സാധാ ഇപ്പൊ നമ്മളൊരു നേഴ്സിനെ കൊണ്ടുവന്ന് നമുക്ക് അവിടെ ഇടാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ എക്യുപ്മെന്റ്സുകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് അതില് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആ സ്റ്റാഫിന് വേണം അവിടെ ലഭ്യമാക്കാൻ. അത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇപ്പൊ വെന്റിലേറ്ററിൽ ഇപ്പൊ നമ്മൾ സാധാ ഇതിനകത്ത് ഒത്തിരി കെയർ കൊടുക്കണം അല്ലെ. അപ്പൊ അതില് നല്ല ട്രെയിനിങ് കിട്ടിയ ആ നേഴ്സിനെ തന്നെ വേണം അവിടെ ഡ്യൂട്ടിക്ക് ഇടാനായിട്ട്. അത് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അടുത്ത് നോക്കിയേ, സ്ട്രിക്റ്റ് പ്രോട്ടോകോൾ ദ കെയർ ഓഫ് വെന്റിലേറ്റർ പേഷ്യൻസ്. ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് ഇല്ലേ, അവരുടെ ആ പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം. നമുക്ക് തോന്നിയ രീതിയിലൊന്നും ചെയ്യാൻ പാടില്ല. അവിടെ ആ ഹോസ്പിറ്റലിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, കറക്റ്റ് പ്രോട്ടോകോളുകൾ ഉണ്ട്. അതനുസരിച്ച് തന്നെ വേണം ആ വെന്റിലേറ്ററിലുള്ള പേഷ്യൻസിനെ കെയർ ചെയ്യാനായിട്ട്. Then അടുത്തത് സഫിഷ്യന്റ് റിസോഴ്സസ് ഷുഡ് ബി അവൈലബിൾ. ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ, വിഭവങ്ങൾ ലഭ്യമാക്കണം. എന്നുവെച്ചാൽ അവിടേക്കുള്ള എല്ലാ കാര്യങ്ങളും വെന്റിലേറ്ററിലേക്ക് വേണ്ട റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്, അത് ഫിസിയോതെറാപ്പിസ്റ്റിന് പറയുന്നതാണ് കേട്ടോ. അതായത് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് അതിന് സ്പെഷ്യലൈസ് ചെയ്തവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ബ്രീത്തിങ് ഒക്കെ ഒന്ന് നോർമൽ ആക്കാനായിട്ട് കുഞ്ഞു എക്സസൈസുകൾ, ഇപ്പൊ 1 മിനിറ്റ് ശ്വാസം ഇതാക്കുക, ശ്വാസം വലിച്ചു വിടുക, അങ്ങനെയൊക്കെ പറഞ്ഞ് കുഞ്ഞു ഇതില്ലേ. ഇപ്പൊ നമുക്ക് കൈക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലും നമുക്ക് എന്താ പറയാ, ഇപ്പൊ എപ്പോഴും വരുന്നതാണ് ഈ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആളുകൾ ഒരു വശം അവർക്ക് ഇതാകാം അല്ലേ, അങ്ങനെ സ്ട്രോക്ക് വന്നിട്ടൊക്കെ കൈയൊക്കെ കാലൊക്കെ ഇങ്ങനെ കടന്നു പോകാം. അപ്പോഴൊക്കെ നമ്മൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്നതാണ് ഈ ഫിസിയോതെറാപ്പി ചെയ്യും ഇല്ലേ. ഫിസിയോതെറാപ്പി ആയിട്ടല്ലേ നിങ്ങൾ. അപ്പൊ എന്താ അവര് പിന്നെ വന്ന് കൈയൊക്കെ കുറച്ച് എക്സസൈസുകൾ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് വന്ന് കുറച്ച് നാളുകൾ തന്നെ ചെയ്യണം അല്ലെ. സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ എന്താ അവരങ്ങനെ അവരുടെ എക്സസൈസ് ഒക്കെ ചെയ്ത് കൈയെ നോർമൽ ആ ഒരു ഇതിലേക്ക് വരുത്തിയിടേ. ഇവിടെ ഏതാ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ റെസ്പിറേഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രീത്തിങ്ങിനെ ഇത് ചെയ്യാനും അവര് നോർമലി നമ്മുടെ ആ ബ്രീത്തിങ് ലങ്സിന് ആ എന്താ പറയാ ശ്വസിക്കാനുള്ള ഒരു ഇത് വരാൻ വേണ്ടി കൊടുക്കുന്ന കുഞ്ഞു എക്സസൈസുകളൊക്കെ. അപ്പൊ അതിന് സ്പെഷ്യലിസ്റ്റ് അതാണ്, അതിനുള്ള ഡോക്ടർ. ഫിസിയോ ഇപ്പൊ കൈയുടെയും കാലിന്റെയും ചെയ്യുന്നതല്ല, അതാണ് ഓ റെസ്പിറേറ്ററിയിൽ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞേക്കണാണ് റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റ്. ഓക്കെ, അത്രയും ആ പറഞ്ഞേക്കുന്ന ഇതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ട് അതൊക്കെ മെക്കാനിക്കൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന പരിചരിക്കുന്ന ആളുകളാണ്, നോക്കുന്ന ആളുകളാണ്. പിന്നെ ലാസ്റ്റ് 4 പോയിന്റ് പറഞ്ഞത് അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയോ ആ 4 പോയിന്റ്സും? എക്യുപ്മെന്റ്സ് ഇടയ്ക്കിടയ്ക്ക് പ്രിവെന്റീവ് മെയിൻ്റനൻസ് ചെയ്യണം. പിന്നെ വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിനെ നോക്കാൻ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ തന്നെയായിരിക്കണം. അത് അങ്ങനെയല്ലേ, ആ സ്റ്റാഫുകൾ തന്നെയല്ലേ, ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ കൊണ്ടുവന്ന് ഇട്ടാൽ പോരാ. അത് ഉറപ്പുവരുത്തേണ്ടത് അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ വെന്റിലേറ്ററിൽ പേഷ്യൻസിനെ കെയർ ചെയ്യാൻ അവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോളുകൾ ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പിന്നെ അത് ആവശ്യത്തിനുള്ള റിസോഴ്സുകൾ, വിഭവങ്ങൾ അനുവദിക്കുക, ലഭ്യമാക്കുക. ഇതെല്ലാം നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങളാണ്. അത്രയുള്ള ആ ചാപ്റ്റർ. അപ്പൊ നമ്മുടെ ആ ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്ററുകളെല്ലാം കഴിഞ്ഞു കേട്ടോ. 3 ചാപ്റ്ററാണ് നമ്മൾ എടുത്തത്, 3 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഏതൊക്കെയാ എടുത്തത് ഓർക്കണ്ടോ? ഒന്ന് പറയാണെങ്കിൽ നമ്മൾ എടുത്ത 3 ചാപ്റ്റർ, ഫസ്റ്റ് മൊഡ്യൂളിൽ 3 ചാപ്റ്റർ നമ്മൾ എടുത്തത് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയാ എടുത്തേ? എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്നവരൊക്കെ ഉണ്ടാവുന്ന ഒരു ഫ്രണ്ട് ഓഫീസ് എടുത്തു. നെക്സ്റ്റ് ആദ്യം നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ നിന്നാണ് തുടങ്ങിയത്. ഓപ്പറേഷൻ തിയേറ്റർ എടുത്തു.
നെക്സ്റ്റ് ഏതാ? വെന്റിലേറ്റർ. ഓക്കെ, 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്ന സെക്കൻഡ് മൊഡ്യൂളിലാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് കേട്ടോ. ബ്ലഡ് ബാങ്ക് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആരെങ്കിലൊക്കെ ഇവിടെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? ഡൊണേറ്റ് ചെയ്യുന്നവരുണ്ടോ? അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളവരുണ്ടോ? ഉണ്ട്. വലിയൊരു കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇല്ല, ഡൊണേറ്റ് ചെയ്തിട്ട് ബോയ്സ് ഒന്നും ഇല്ലേ നമ്മുടെ ക്ലാസ്സിലൊക്കെ? ബോയ്സ് ഒക്കെ മിക്ക എന്താ പറയാ, അവരൊക്കെ ഒരു ഡൊണേറ്റ് ചെയ്യാറുണ്ടല്ലോ. ഇല്ല. അപ്പൊ നമുക്ക് ഇനി കുറച്ച് ബ്ലഡ് ബാങ്ക് ആയിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഹോസ്പിറ്റൽ പേടിയാണോ? അർജുന് പേടിയാണോ? എന്തിനാ അർജുൻ പേടിക്കണേ? നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബോഡിയിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടെന്ന് അറിയോ? എത്ര ലിറ്റർ ഉണ്ടെന്ന് അറിയോ? ഇഞ്ചക്ഷൻ പേടിയാണോ അർജുന്? അയ്യോ, അർജുൻ തന്നെയല്ലേ? ആൺകുട്ടികൾ ഇങ്ങനെ പേടിക്കാമോ? ഫ്രീയാ. നമുക്ക് 4ാമത്തെ ചാപ്റ്റർ അല്ലേ നമ്മുടെ? 4ാമത്തെ ആണോ 5ാമത്തെ ആണോ? 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ബ്ലഡ് ബാങ്ക്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡ് ഉണ്ട്. അതിൽ കുറച്ച് കൊടുത്താലും അപ്പൊ തന്നെ അത് ഫില്ലാവും. അത് നല്ലതാണ് നമ്മുടെ ബോഡിയിലെ ബ്ലഡിനെയൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ, അത് കഴിയുമ്പോൾ പുതിയ എന്താ ബ്ലഡ് നമുക്ക് ഇതായിക്കോളും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ അതിൽ നിന്ന് കുറച്ച് 300 ml മാത്രമേ എടുക്കുള്ളൂ. അല്ലാതെ 5 ലിറ്റർ ബ്ലഡിന് ഒരു 300 ml എടുത്തു എന്ന് വെച്ചാൽ കുഴപ്പമില്ല. അപ്പൊ തന്നെ നമ്മുടെ ബോഡി അത് മേക്കപ്പ് ചെയ്തോളും. 5 ലിറ്റർ തന്നെ ആയിക്കോളും. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നല്ലൊരു കാര്യമാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത്. എന്നുവെച്ചാൽ നമുക്കത് ഹെൽത്തി ഒക്കെ ആണെങ്കിൽ കേട്ടോ, നമുക്ക് അതിൻ്റെതായ കുറച്ച് ഇത് പറയുന്നുണ്ട് നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യാനുള്ളത്. അതൊക്കെ നമുക്ക് ആ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം. നമുക്ക് എന്താ പറയാ, അത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലഡ് ബാങ്ക് എന്താ? ഈ ഹോസ്പിറ്റലിലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. ഹോസ്പിറ്റലിലെ എന്താ അവിടെ ചെയ്യുന്നേ? ബ്ലഡ് എന്താ, ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ, ബ്ലഡ് സ്റ്റോർ ചെയ്യുക അല്ലെ? ഇപ്പൊ നമ്മുടെ വലിയൊരു ആക്സിഡന്റ് പറ്റി, നമുക്കൊരു സർജറി ചെയ്തു, നമ്മുടെ സർജറി ഒക്കെ വരുമ്പോൾ നമുക്ക് ബ്ലഡ് വേണ്ടി വരും അല്ലെ? നമ്മുടെ ബോഡിയിൽ നിന്ന് ഒത്തിരി ബ്ലഡ് പോകുമ്പോൾ അതിന് നമ്മൾ എന്താ പറയാ, നമ്മുടെ മാച്ച് ആയിട്ടുള്ള ബ്ലഡ് അത് ഗ്രൂപ്പുകളും ഇതൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ ഈ ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിഞ്ഞൂടെ? ഓരോരുത്തർക്കും ബ്ലഡ് ഗ്രൂപ്പ് ഏതൊക്കെയാന്ന്? യെസ്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ആ ഗ്രൂപ്പിനോട് മാച്ച് ആയിട്ടുള്ള ഗ്രൂപ്പ് ബ്ലഡ് നമുക്ക് വേണ്ടി വരും അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഏത് സമയത്തും ചെന്നാലും നമുക്ക് ബ്ലഡ് അവൈലബിൾ ആയിരിക്കും അല്ലെ? നമുക്ക് മാച്ച് ആയിട്ടുള്ള. അതുകൊണ്ട് നമുക്ക് പേടിക്കണ്ട. ഇപ്പോ അതൊരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കേട്ടോ. Blood bank is a part of hospital laboratory that store the blood and proper testing. Proper ആയിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാ ടെസ്റ്റുകൾ നടത്തുന്നത്? To avoid the ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് പ്രോബ്ലം. ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൊടുക്കുക, നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുമ്പോഴും നമ്മൾ മേടിക്കുമ്പോഴും ഒക്കെ എന്താ കറക്റ്റ് മാച്ചുള്ള ബ്ലഡ് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി അപകടങ്ങൾ സംഭവിക്കാം, മരണം വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് ബ്ലഡ് ഒക്കെ നമ്മൾ എന്താ പറയാ ടെസ്റ്റുകളൊക്കെ നടത്തി സ്റ്റോർ ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നമുക്ക് ഗ്രൂപ്പുകളൊക്കെ പഠിക്കാണ്ട്. ഫസ്റ്റ് എന്താ പറയാ, ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. അതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇതിനകത്ത് പറയുന്നില്ല, പക്ഷെ നമ്മള് ബ്ലഡ് ബാങ്ക് പഠിക്കുമ്പോൾ എന്തായാലും അതൊന്ന് നോട്ട് ചെയ്യണം. സ്റ്റഡി ഓഫ് ബ്ലഡ് ഈസ് കോൾഡ് ഹെമറ്റോളജി. HEMATOLOGY, ഹെമറ്റോളജി. HEMATOLOGY. അപ്പൊ എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ്. ബ്ലഡ് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലഡ് ബാങ്കില് ബ്ലഡ് ഇപ്പൊ നമുക്ക് ബ്ലഡ് നമ്മൾ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പുകൾ നോക്കും, അനുയോജ്യമായ ടെസ്റ്റുകൾ നോക്കും. ഇപ്പൊ ബ്ലഡ് സ്വീകരിക്കുന്നെങ്കിലും അതിൻ്റെതായ പ്രിലിമിനറി ടെസ്റ്റുകൾ നമ്മൾ ഓക്കെ ആണോ, ഹെൽത്തി ആണോ, നമുക്ക് അതിനൊരു ഇതുണ്ട്. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയല്ലേ?
ഉണ്ട് 18 to 65. പിന്നെ വെയിറ്റ് നല്ല എന്താ പറയാ 45 കിലോയ്ക്ക് മുകളിലായിരിക്കണം. ഒരാരോഗ്യം ഇല്ലാത്ത ഒരാക്കടെ ബ്ലഡ് ഒന്നും എടുക്കൊന്നുമില്ല, അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞവരിൽ നിന്ന് എടുക്കൂല. 45 കിലോയ്ക്ക് മുകളിലുള്ള ആളുകള് അതില് അങ്ങനെയുള്ളവരിൽ നിന്ന് എടുക്കുള്ളൂ. പിന്നെ നമ്മൾ ഫിസിക്കലി മെന്റലി നല്ല ഹെൽത്തി ആയിരിക്കണം. പിന്നെ നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ബ്ലഡ് എടുക്കുള്ളൂ. നമ്മൾ ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം. കണ്ടോ, ഇങ്ങനെയുള്ള കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഇനി നമ്മുടെ ബ്ലഡില് അത് നിങ്ങൾക്ക് പഠിക്കാൻ കേട്ടോ, 4 കമ്പോണൻസ് ഉള്ളത് ബ്ലഡില്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. അവിടെ ഡീറ്റെയിൽ ഉണ്ട്, അന്നേരം നമുക്ക് പറയാം. ജസ്റ്റ് പേര് മാത്രം ഒന്ന് കേട്ട് വെക്കുക. 4 കമ്പോണൻസ്. ഈ 4 കമ്പോണൻസിനെ ഒരു എന്താ പറയാ തിരിക്കുക. അവിടെ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഞാൻ ഡീറ്റെയിൽ പറയാട്ടോ. ഞാൻ വന്നേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീറ്റെയിൽ പറയാം. എന്താ പറയാ, ഈ സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന മെഷീനിൽ ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു, അത് ഓരോ ബ്ലഡിന്റെ കമ്പോണൻസ്, RBC വേറെ മാറ്റി വയ്ക്കും, WBC വേറെ മാറ്റി വയ്ക്കും, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ, ഇതിനെയൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ ബ്ലഡ് ബാഗില് അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ബ്ലഡ് ബാഗിലേക്ക് മാറ്റി അവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെ വെക്കുന്ന ബ്ലഡ് കുറച്ച് ഇരിക്കുമ്പോ കട്ടയാവുക അല്ലേ? അങ്ങനെ ഒരു സംശയം വന്നോ? കട്ടയാവൂലേ ഇങ്ങനെ ബ്ലഡ് വെക്കുമ്പോ? അപ്പൊ ബ്ലഡ് കട്ടയാവാതിരിക്കാനായിട്ട് ആന്റികൊയാഗുലന്റ് എന്ന് പറഞ്ഞ ഒരു ഡ്രഗ് ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇത് ബേസിക് ആയിട്ടുള്ളതാട്ടോ, അതൊന്നും ഇതിനകത്ത് പറയുന്നില്ല. ജസ്റ്റ് ബ്ലഡ് ബാങ്ക് പഠിക്കുമ്പോ അവിടെ എന്താ നടക്കണേന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയണ്ടേ, അതുകൊണ്ട് പറഞ്ഞു. ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്ന ഡ്രഗ് ആന്റികൊയാഗുലന്റ് എന്ന് പറയും. അതുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോ എത്ര ഞാൻ പറഞ്ഞു, 300 ml ബ്ലഡ് ആണ് ഒരാളിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. 300 ml ബ്ലഡ് ആണ് എടുക്കുന്നത്. നമുക്ക് മെയിൽസിനും ഇത് ഏതാണ് ആന്റികൊയാഗുലന്റ് അതൊന്നും ചോദിക്കൂല, വെറുതെ പറഞ്ഞോളൂ. ANTICOYAGULANT ആന്റികൊയാഗുലന്റ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതിനൊന്നും ക്വസ്റ്റ്യൻ ഒന്നും ഇല്ല. നമ്മുടെ ടെക്സ്റ്റിലുള്ളതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ വരുള്ളൂ. ആന്റികൊയാഗുലന്റ് എന്ന് പറഞ്ഞാൽ ഡ്രഗുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാഗിൽ അവർ സ്റ്റോർ ചെയ്യുന്നത്. ആ ബ്ലഡിലെ ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് നമുക്ക് എന്താ പറയാ സെപ്പറേറ്റ്. അത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിൽ ഇട്ടിട്ട് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ആ ബ്ലഡ് ബാഗിൽ അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, മെയിൽസിലാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 80 ദിവസം കഴിയുമ്പോൾ അടുത്ത ബ്ലഡ് ഡൊണേഷൻ കൊടുക്കാൻ പറ്റും. ഫീമെയിൽസിന്റെ കേസിലാണെങ്കിൽ 120 days ആണ് നോർമൽ പറയുന്നത് കേട്ടോ. ഫീമെയിൽസിലാണെങ്കിൽ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് പിന്നെ ഒരു 120 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ഡൊണേഷൻ ചെയ്യാം. നല്ലൊരു കാര്യമാണ് എന്തായാലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലം. അത് കിട്ടിയില്ലേ? അത് പറഞ്ഞ പല ഇതുണ്ട് അവർക്കടെ ബോഡിയുടെ ഇതും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ബോയ്സിന്റെ കേസിലാണ് 90 ദിവസം, അതായത് 3 മാസമൊക്കെ ആവുമ്പോ. ഫീമെയിൽസിന് കുറച്ചും കൂടി ഒരു ഇത് വരുന്നുള്ളൂ. അത് എന്താ പറയാ, ഹെൽത്തി ആണോ ഓക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നോർമലി 120 days എന്നാണ് ആ ഒരു ഇത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ജനറൽ ആയിട്ട് കുറച്ച് കാര്യം പറഞ്ഞെന്നുള്ളൂ. നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് വരാം. നമുക്ക് ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലം. സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബ്ലഡിനെ കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി, HEMATOLOGY, ഹെമറ്റോളജി. നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ പഠിക്കണ്ടോ? അവിടെ പഠിക്കണ്ടോ? ബ്ലഡ് ബാങ്ക് ബ്ലഡ് ഒക്കെ പറഞ്ഞപ്പോ പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. വേറെ ചാപ്റ്ററുകളിലും മഞ്ഞുണ്ട്, എങ്കിൽ പോലും ഒന്ന് നോട്ട് ചെയ്തോ. HEMATOLOGY, സ്റ്റഡി ഓഫ് ബ്ലഡ് ഹെമറ്റോളജി. ഓക്കെ, blood bank generally refers to a department of a hospital, usually within clinical pathology laboratory, where the storage of blood product takes place and where free transfusion and the blood compatibility testing is
executed. Okay, എന്താണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്? refers to a department of the hospital. ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഏതിന്റെ കീഴിൽ വരുന്നത്? ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറി. പത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റഡി ഓഫ് ഡിസീസ്. സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് പത്തോളജി എന്ന് പറയുന്നത്. ലബോറട്ടറി പത്തോളജി ലബോറട്ടറിയുടെ ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക്. അവിടെ എന്താ ചെയ്യുന്നേ? ദ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രൊഡക്ട്സ് ടേക്ക് പ്ലേസ്. ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ബ്ലഡ് ബാങ്കിൽ എന്താ ഉള്ളത്? ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. ആൻഡ് വെയർ ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാന്ന് വെച്ചാൽ പകർന്നൊഴിക്കുക. അതായത് ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നത്, പകർന്നൊഴിക്കുന്നതാണ് എന്താണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നതിന് മുന്നേ അല്ലെ, അതായത് ഒരാൾക്ക് ഇപ്പൊ എനിക്ക് ബ്ലഡ് വേണം, ഇപ്പൊ എന്താ പറയാ, ഇവിടെ സൗവർണികയുടെ ബ്ലഡ് അവിടെ ബ്ലഡ് ബാങ്കിൽ ഓൾറെഡി ഉണ്ട്. ഞാൻ ചെല്ലുമ്പോ തന്നെ എനിക്ക് എന്താ പറയാ ബ്ലഡ് എടുത്തു തരികയാണോ? എന്താ ചെയ്യുന്നേ? ആ ട്രാൻസ്ഫ്യൂഷന് മുന്നേ ടെസ്റ്റുകൾ എന്റെയും സൗവർണികയുടെ ഗ്രൂപ്പുകൾ നോക്കും, മാച്ച് ആണോ എന്നൊക്കെ നോക്കി എനിക്ക് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് അത് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അതാണ് ആ ട്രാൻസ്ഫ്യൂഷന് മുൻപ്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആ ട്രാൻസ്ഫ്യൂഷൻ എനിക്ക് ബ്ലഡ് പകർന്നൊഴിക്കുന്നതിന് മുന്നേ, എനിക്ക് തരുന്നതിന് മുന്നേ ടെസ്റ്റുകൾ നടത്തും. ആൻഡ് ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. കമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞാൽ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകൾ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ആ ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളത് ഒന്ന് നോട്ട് ചെയ്തോട്ടോ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ to another. Transfusion. Transfer of blood from one person to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാണ്, കൊടുക്കുക ചെയ്യുന്നത്, പകർന്നൊഴിക്കുക. അതിനു മുന്നേ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ, നിർവഹിക്കുക. അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കാന്ന് പറഞ്ഞാൽ ബ്ലഡിലെ ഓരോ കമ്പോണൻസും മാറ്റുന്നു. 4 കമ്പോണൻസ് നമ്മൾ പറഞ്ഞല്ലേ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ ഫുള്ള് ബ്ലഡ് അല്ലേ, എന്റെ ബ്ലഡിൽ ഏതാണോ കുറവ്, ഇപ്പൊ എനിക്ക് RBCയുടെ കൗണ്ട് കുറവാണെങ്കിൽ RBC മാത്രം ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. എന്റെ ബ്ലഡിലെ പ്ലേറ്റ്ലെറ്റ് ആണ് കുറവെങ്കിൽ, ആ ഒരു ബ്ലഡിലെ കമ്പോണന്റ് ആണ് കുറവെങ്കിൽ ആ പ്ലേറ്റ്ലെറ്റ് മാത്രം എനിക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതി. അതാണ് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിനിക്കൽ പതോളജി ലബോറട്ടറിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ബ്ലഡ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെ? അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റിങ്ങുകളൊക്കെ നടത്തും. എന്തിനു മുന്നേ? പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ. അത് വേറൊരാൾക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ, പകർന്നു കൊടുക്കുന്നതിന് മുന്നേ തന്നെ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. ഓക്കെ. ബ്ലഡ് ബാങ്കിങ് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റഡ് ടു. ഇനി എന്തൊക്കെ ടാസ്കുകളാണ് അവിടെ നടത്തുന്നത്? ബ്ലഡ് ബാങ്കില് എന്തൊക്കെ ടാസ്കുകളാണ് വരുന്നത്? ബ്ലഡ് കളക്ഷൻ. എന്തൊക്കെയാ? ബ്ലഡ് കളക്ട് ചെയ്യുന്നു, ശേഖരിക്കുന്നു. പല ആളുകളിൽ നിന്നുമുള്ള ബ്ലഡ് ശേഖരിക്കുന്നു. ഇപ്പൊ എനിക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമാണ്, ഞാൻ ചെല്ലുവാണെങ്കിൽ എന്റെ ബ്ലഡ് അവിടെ സ്വീകരിക്കും അല്ലെ. അങ്ങനെ പല ആളുകളുടെ ബ്ലഡ് കളക്ട് ചെയ്യുന്നു. പ്രോസസ്സിംഗ്, കൃത്യമായിട്ടുള്ള പ്രോസസ്സിംഗ് പ്രോസസ്സുകൾ ചെയ്യുന്നു. അടുത്ത ടെസ്റ്റിംഗ്, പല ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അപ്പൊ ആദ്യം തന്നെ ഗ്രൂപ്പ് നോക്കൂ അല്ലെ, ഏത് ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് RH ഫാക്ടർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അല്ലെ ബ്ലഡ്. ഇപ്പൊ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് A പോസിറ്റീവ് ആണ്,
എ പോസിറ്റീവ് എന്ന് പറഞ്ഞു അല്ലെ. അതൊക്കെ നമുക്ക് ഗ്രൂപ്പ് പഠിക്കുമ്പോൾ പറയാട്ടോ. അതിനകത്ത് RH ഘടകമാണ് നോക്കുന്നത്. പോസിറ്റീവ് RH ഫാക്ടർ ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഗ്രൂപ്പും RH ഫാക്ടർ ഇല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രൂപ്പുമാണ് പറയുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് നോക്കും, RH ഫാക്ടർ നോക്കും, അങ്ങനെ പല പല ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തുന്നു നമ്മൾ. പിന്നെ അടുത്തത്, പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ പ്രിലിമിനറി ടെസ്റ്റുകൾ. അയാളുടെ ബോഡി ഫിറ്റ് ആണോ, മെന്റലി ഫിസിക്കലി ഓക്കെ ആണോ, അയാൾക്ക് എന്താ 45 കിലോ മുകളിൽ വെയിറ്റ് ഉണ്ടോ അല്ലെ, 80 to 65 ഏജ് വരുന്നത്, അതൊക്കെ നോക്കും. അങ്ങനെ പല പല ടെസ്റ്റുകളൊക്കെ നടത്തുന്നു. പിന്നെ സെപ്പറേഷൻ നമ്മൾ പറഞ്ഞില്ല, ഓരോ കമ്പോണന്റും അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു. ബ്ലഡിലെ ഓരോ കമ്പോണൻസും അവിടെ സെപ്പറേറ്റ് ചെയ്യുന്നു. ആൻഡ് സ്റ്റോറേജ്. അപ്പൊ ഇത്രയും ടാസ്കുകളാണ് ബ്ലഡ് ബാങ്കിൽ നടത്തുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ, സ്റ്റോറേജ്. ക്ലിയർ ആയോ? ബ്ലഡ് കളക്ഷൻ, പ്രോസസിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ, സ്റ്റോറേജ്, ഇത്രയും കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. WHO എക്സ്പാൻഡഡ് ഫോം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡെവലപ്പ് എ ഗ്ലോബൽ അപ്രോച്ച് ടു ബ്ലഡ് സേഫ്റ്റി ടു കർട്ടെയിൽ. കർട്ടെയിൽ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, കുറയ്ക്കുക. CURTAIL. കർട്ടെയിൽ എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക, റെഡ്യൂസ് ദ ബർഡൻ ഓഫ് ഡിസീസ് ഡ്യൂ ടു അൺസേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. കണ്ടോ, നമ്മൾ പറഞ്ഞില്ലേ സേഫ് അല്ലാത്ത അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്ന വഴി നമുക്ക് പല രോഗങ്ങൾ സംഭവിക്കാം, ചിലപ്പോൾ മരണം വരെ സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഭാരം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ഒരു ബ്ലഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ബ്ലഡ് സേഫ്റ്റിയുമായി, ബ്ലഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിന്റെ ഒരു ഗ്ലോബൽ അപ്രോച്ച് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ, അൺസേഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. Then average person carries almost 5 liters of blood. എക്സാമിന് ചോദിക്കൂ കേട്ടോ, എത്ര ലിറ്റർ ഉണ്ട് നമുക്ക് ബ്ലഡിന്? ഓരോ ആവറേജ് പേഴ്സൺ എത്ര ലിറ്റർ? 5 liters ഓഫ് ബ്ലഡ്. നമ്മുടെ ബോഡിയിൽ 5 liters ബ്ലഡ് ഉണ്ട്. ഇറ്റ് സർക്കുലേറ്റ്സ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽ. ഇത് എവിടെ കൂടിയാ പോകുന്നത്? ബ്ലഡ് വെസൽസിൽ കൂടിയാണല്ലേ. ബോഡിയിൽ ഫുള്ള് ബ്ലഡ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുകയാണ് ത്രൂ ബ്ലഡ് വെസൽസ്. ആൻഡ് ഈസ് പമ്പ്ഡ് ത്രൂ ദ ഹാർട്ട്. ആരാ ബ്ലഡ് പമ്പ് ചെയ്യുന്ന? പമ്പിങ് ഓർഗൻ ഏതാ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ചെറിയ ക്ലാസ് മുതൽ. മനുഷ്യ ശരീരത്തിലെ പമ്പിങ് ഓർഗൻ ആരാണ്? ഹാർട്ടാണ്. ഹാർട്ട് പമ്പ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗവും, ബ്ലഡ് വെസൽസിൽ കൂടെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ. എല്ലാ ഭാഗത്തും ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അത്രയും കാര്യങ്ങളാണ് ആ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കൊടുത്തേക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കണം ആ ബ്ലഡ് ബാങ്ക് എന്താണ്, അത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ചെയ്ത് പറഞ്ഞാലും ബ്ലഡ് ഹോസ്പിറ്റൽ ലബോറട്ടറിയിലെ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം ട്ടാ. ബ്ലഡ് ബാങ്ക് ഈസ് നമുക്ക് ഈസ് എ പ്ലേസ് വേർ ദ ബ്ലഡ് പ്രോഡക്റ്റ് സ്റ്റോർ. ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിൽ നടക്കുന്ന ടാസ്കുകള് ബ്ലഡ് കളക്ഷൻ നടത്തുന്നു, പ്രോസസിങ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ, സ്റ്റോറേജ്. Then average person എത്രയാ? 5 liters ബ്ലഡ് ഉണ്ട്. അത് നമ്മുടെ ബോഡിയിൽ കൂടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് വെസൽസിൽ കൂടെ എന്ത് ചെയ്യുന്നു? അത് സർക്കുലേറ്റ് ചെയ്യുന്നു. ആരാണ് ഇത് പമ്പ് ചെയ്യുന്നത്? ഹാർട്ടാണ്. ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തിട്ട് എല്ലാ ബോഡിയിൽ കൂടെ മുഴുവനും എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് വെസൽസിൽ കൂടെ എന്ത് ചെയ്യുന്നു? ബ്ലഡ് എത്തിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ആണ് കേട്ടോ. വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്? എന്തൊക്കെയാണ് ഒരു ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് വരുന്നത് കേട്ടോ. ദ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്ക് ഫങ്ഷൻസ് ആർ. ഹോസ്പിറ്റലിന്റെ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ് ബാങ്ക്? എല്ലാം സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. എന്തൊക്കെയാ ബ്ലഡ് ബാങ്കിൽ ചെയ്യുന്നത്? സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസ് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അർജന്റ് റിക്വസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സഡൻ, പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്കിപ്പോ ബ്ലഡ് ആവശ്യമാണ്, അറ്റ് എ ടൈം സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ ബ്ലഡ് ആവശ്യമായി വന്നു, നേരെ ബ്ലഡ് ബാങ്കിൽ നിന്ന് എടുക്കൂലേ?
അല്ലെ? ബ്ലഡ് ബാങ്കിന്റെ ബ്ലഡ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മുടെ അനുയോജ്യമായിട്ടുള്ള ബ്ലഡ് അവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. അല്ലാതെ ഇപ്പൊ നമ്മളിപ്പോ എന്താ പറയാ ബ്ലഡ് ചെന്ന് ചോദിക്കുമ്പോ നാളെ തരാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ആവട്ടെ, ഇന്ന് നമ്മള് അവിടെ പറഞ്ഞാല് നാളത്തേക്ക്, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെ, അപ്പൊ അങ്ങനെയാണ് വേണ്ടി വരില്ല അല്ലെ? അപ്പത്തേക്ക് ആള് അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? അല്ലെ? നാളെ തരാന്ന് പറഞ്ഞപ്പോ അർജന്റ് ആയിട്ട് നമുക്ക് ബ്ലഡ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അപകടം പറ്റി ഒത്തിരി ബ്ലഡ് അവരുടെ ബോഡിയിൽ പോയി, നാളത്തേക്ക് ആവട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ നാളെ ചിലപ്പോ കൊടുക്കാൻ ആളുണ്ടാവില്ല. അതായത് എങ്ങനെയാ അവര് റെസ്പോണ്ട് ചെയ്യുന്നത്? സ്വിഫ്റ്റ്, പെട്ടെന്ന് ആ ബ്ലഡിന്റെ അർജന്റ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. ബ്ലഡ് കമ്പോണൻസിന്റെ അർജന്റ് ആവശ്യത്തിന് അനുസരിച്ച് തന്നെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. രണ്ടാമത്തേക്ക് വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. വാലിഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്നു. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് നമ്മൾ പറഞ്ഞില്ലേ, ട്രാൻസ്ഫ്യൂഷന് മുമ്പുള്ള സാമ്പിളുകള് ചെക്ക് ചെയ്യുന്നു, ബ്ലഡുകള് ചെക്ക് ചെയ്യുന്നു. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. എന്ത് ചെയ്യുന്നു? റിസർവ് ചെയ്യുന്നു. ആ ബ്ലഡ് പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? സ്റ്റോർ ചെയ്യുന്നു. റിക്വസ്റ്റ് അനുസരിച്ച് തന്നെ ബ്ലഡും ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നു. റിസർവ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്യുന്നു. പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ? ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡ് പ്രോഡക്റ്റ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നു. ഈ പോയിന്റ് തന്നു കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അവിടെ ബ്ലഡ് എന്ന് പറഞ്ഞപ്പോ നമ്മൾ രണ്ടിലും പഠിച്ചതിൽ കോമൺ ആയിട്ട് വന്നിട്ടില്ലേ? ആ ബ്ലഡ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻ ആണെന്ന് അറിഞ്ഞൂടെ? സിമ്പിൾ അല്ലേ ഐഡന്റിഫൈ ചെയ്യാൻ? ബൈ ഹാർട്ട് പഠിക്കണോ? വേണ്ട അല്ലെ? അടുത്ത നോക്കിയേ, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ആരാണ് ഡോണർ എന്ന് പറയുന്നത്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആള്, നൽകുന്ന ആള്, കൊടുക്കുന്ന ആള്. ഐഡിയ കൊള്ളാം. ഓക്കെ, ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞുതരാം കേട്ടോ, എളുപ്പത്തിനുള്ളത്. ഓക്കെ, ഇത് നോക്കിയേ, ഡോണർ ആൻഡ് പേഷ്യന്റ് ആര് തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ദ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഡോണർ പേഷ്യന്റ്. ഡോണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് അല്ലെ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് ഡോണർ. അതായത് ബ്ലഡ് നൽകുന്ന ആള്. ദാതാവ് എന്ന് പറയും മലയാളം, ദാതാവ്. ആൻഡ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്ന ആള് അല്ലെ? റെസിപ്പിയന്റ് ആണ്, സ്വീകരിക്കുന്ന ആള്. അവർ തമ്മിലുള്ള സ്യൂട്ടബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന എന്താ? ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, രോഗപ്രതിരോധ ശേഷി. അതല്ലേ? ഇപ്പൊ എനിക്ക് ബ്ലഡ് വാങ്ങണമെങ്കിൽ എന്റെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ച് ആയിട്ടുള്ള ബ്ലഡ് എനിക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ. അത് ഡീറ്റെയിൽ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്, 4 ഗ്രൂപ്പുകളും ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ? നമ്മുടെ എനിക്ക് മാച്ചായിട്ടുള്ള, അപ്പൊ എന്ത് നോക്കണം? രോഗപ്രതിരോധ ശേഷി നോക്കണം അല്ലെ? ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നോക്കണം. ഡോണർ ബിറ്റ്വീൻ ദ ആരൊക്കെ തമ്മില്? ഡോണറും പേഷ്യന്റും തമ്മിലുള്ള, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളും സ്വീകരിക്കുന്ന ആളും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നോക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. അടുത്തത് നോക്കിയേ, നാലാമത്തെ, ചോസിംഗ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ചോസിംഗ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. Of suitable blood components for each clinical condition. ഈ ബ്ലഡ് സാമ്പിളിലെ അതിന്റെ ആ ക്ലിനിക്കൽ കണ്ടീഷൻ പരിശോധിച്ച ശേഷമുള്ള എന്താ? സ്യൂട്ടബിലിറ്റി നോക്കണം, ക്ലിനിക്കൽ കണ്ടീഷൻസ് നോക്കണം. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിൾ പരിശോധിക്കാം. ആ സാമ്പിൾ പരിശോധിച്ച ശേഷമുള്ള ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. ചൂസിംഗ് ഓഫ് suitable blood component for each clinical condition. ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് പരിശോധിച്ച ശേഷമുള്ള ആ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ നോക്കണം. അടുത്ത് നോക്കിയേ, കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് കമ്പോണൻസ്. കോഷൻ ഡെലിവറി, കോഷൻ എന്ന് വെച്ചാൽ സേഫ് ആയിട്ട് ഡെലിവറി ചെയ്യണം. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ്, ബ്ലഡ് കമ്പോണൻസ് കൈകാര്യം ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അത് ഡെലിവറി ചെയ്യുമ്പോഴും നല്ല സേഫ് ആയിട്ട് വേണം.
safe delivery and handling of blood components. അടുത്ത നോക്കിയേ, inventory and stock management of blood and element. Inventory എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ് കേട്ടോ. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക്, വിവര പട്ടികകള്, ബ്ലഡ് എത്രത്തോളം ബ്ലഡുകൾ ഉണ്ട്, അത് എല്ലാം ഓക്കെ ആണോ, ഏത് ബ്ലഡ് ഗ്രൂപ്പ് ആണ് അല്ലെങ്കിൽ ബ്ലഡ് ആണ് അവിടെ കുറവുള്ളത്, അങ്ങനെയുള്ള എല്ലാ സ്റ്റോക്കുകളും, ആ ബ്ലഡ് ബാങ്കിലുള്ള സ്റ്റോക്കുകൾ, അതിന്റെ വിവര പട്ടികകൾ, കാര്യങ്ങള് ഇതെല്ലാം എന്ത് ചെയ്യണം, സൂക്ഷിക്കണം, ഇത് കൈകാര്യം ചെയ്യണം. Then communication with the blood establishment. ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ അത് ഞാൻ പറഞ്ഞ യൂത്ത് പിള്ളേരൊക്കെ കൂടിയിട്ട് അവരൊരു ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഇതുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാല് എന്താ, നമുക്ക് ബ്ലഡ് എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കും, അവര് കൊടുക്കും. നമ്മൾ അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ ബ്ലഡ് ബാങ്കില് ഏതെങ്കിലും ബ്ലഡുകൾ കുറവാണെങ്കിൽ, സ്കർസിറ്റി കുറവ് വരികയാണെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത്, നമുക്ക് പെട്ടെന്ന് എത്താം. അപ്പൊ അവരുമായിട്ട് എന്താ, ബ്ലഡ് തരുന്ന സ്ഥാപനമാണ് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. എന്നാലല്ലേ നമുക്ക് ബ്ലഡ് കുറവാകുമ്പോൾ പെട്ടെന്ന് അവരെ വിളിച്ച് നമുക്ക് അതിന്റെ അത് എന്താ പറയാ ബ്ലഡ് ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. കണ്ടോ, ഒരു പോയിന്റ് വെച്ച് ബാക്കി എല്ലാ പോയിന്റ്സും ബ്ലഡ് വരുന്നുണ്ട്. അത് ഇത് തന്നെ നമുക്കറിയാം, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ ആണോ. ഒരു പോയിന്റ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ പോയിന്റിലും ബ്ലഡ് വരുന്നില്ലേ നോക്കിയേ, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഇത് ഫുള്ള് ബൈഹാർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു ട്രിക്കാ. അതിനകത്ത് ഒരു പോയിന്റിൽ നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. എന്താണ്, ഇവാലുവേഷൻ ഓഫ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഡോണറും പേഷ്യന്റും അത് കണ്ടാലും അറിയാലോ. ഡോണർ ഡൊണേറ്റ് ചെയ്യുന്ന ആള്, റെസിപ്പിയന്റ് പേഷ്യന്റ്, അവർ തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നോക്കണം. ഇനി ഇത് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പല്ലേ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഒന്നാമത്തെ എന്താ, നമ്മള് ബ്ലഡ് റിക്വസ്റ്റ് അനുസരിച്ച് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യണം. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ബ്ലഡ് അവിടെ കൊടുക്കണം. അതാണ് ഒന്നാമത്തെ ബ്ലഡ് ബാങ്കിന്റെ ഫംഗ്ഷൻ. പിന്നെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിളുകൾ ചെക്ക് ചെയ്യണം. പിന്നെ റിസർവ് ചെയ്യണം, ബ്ലഡ് പ്രൊഡക്ട്സ് അവിടെ സ്റ്റോർ ചെയ്യണം. പിന്നെ ഡോണറും പേഷ്യന്റും തമ്മിലുള്ള ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി നോക്കണം. അവർ രോഗപ്രതിരോധ ശേഷിയാണ്, അത് ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ ക്ലിനിക്കൽ, നമുക്ക് ആ ബ്ലഡ് കമ്പോണന്റിന്റെ സാമ്പിള് നമ്മൾ പരിശോധിച്ച ശേഷം എന്താണ് ക്ലിനിക്കൽ കണ്ടീഷൻ എന്താണ് അത് നോക്കണം. പിന്നെ ഈ ബ്ലഡിന്റെ ഡെലിവറി, ഹാൻഡ്ലിംഗ് ഇതൊക്കെ സേഫ് ആയിട്ട് തന്നെ ചെയ്യണം. സ്റ്റോക്ക് കാര്യങ്ങള് കൈകാര്യം ചെയ്യണം. ബ്ലഡ് തരുന്ന സ്ഥാപനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്തതാണ് ലൊക്കേഷൻ. ഇനി എവിടെ ആയിരിക്കണം ബ്ലഡിനെ കുറിച്ചുള്ള പഠനം നിങ്ങളൊന്നും നോട്ട് ചെയ്തിട്ടില്ലേ? അത് ജസ്റ്റ് വേറെ ചാപ്റ്ററിൽ മഞ്ഞുണ്ട് കേട്ടോ. ഇനി പിന്നകത്തൊന്നും ചോദിക്കാം, അതുകൊണ്ടാണ് ഒന്ന് നോട്ട് ചെയ്യാൻ പറയുന്നത്. ഹെമറ്റോളജിയാണ്, HEMATOLOGY, ഹെമറ്റോളജി. പിന്നെ പറഞ്ഞത് ഒന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ആ ട്രാൻസ്ഫ്യൂഷൻ, ആ പേര് ഒന്ന് വേറൊന്നുമില്ല, പകർന്നൊഴിക്കുക. ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? മിക്കവാറും ചോദിക്കാറുണ്ട്. ബ്ലഡ് ബാങ്ക് ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം ലൊക്കേഷൻ ചെയ്യേണ്ടത്? ലൊക്കേഷൻ എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറില്, ഏറ്റവും താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും അഭികാമ്യം. ബ്ലഡ് ബാങ്ക് ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ. അടുത്ത നോക്കി, ഈസി വിസിബിലിറ്റി. അടുത്ത ലൊക്കേഷനിലെ ഒരു കാര്യമാണ്, പെട്ടെന്ന് വിസിബിൾ ആയിരിക്കണം. നമുക്ക് അന്വേഷിച്ച് നടക്കാൻ പറ്റുമോ? അത്രയും എമർജൻസി ആയിട്ടായിരിക്കും നമ്മൾ ബ്ലഡ് ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലേ? ബ്ലഡ്, അപ്പൊ അവിടെ അയ്യോ ഒരു 100 പേരോട് ചോദിച്ചാൽ എവിടെയാ ബ്ലഡ് ബാങ്ക് എന്ന് ചോദിച്ച് കണ്ടുപിടിക്കാനുള്ള സമയം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്താ, എല്ലാവർക്കും പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം. ക്ലിയർ ആണോ? എല്ലാവർക്കും പെട്ടെന്ന് വിസിബിൾ ആയിട്ടുള്ള സ്ഥലത്തായിരിക്കണം, ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. അടുത്ത് നോക്കിയേ, ഇൻ നിയർ പ്രോക്സിമേറ്റ്ലി വിത്ത് ദ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇതിനോടൊക്കെ അടുത്തായിരിക്കണം. ഇൻ നിയർ പ്രോക്സിമിറ്റി വിത്ത് ദ എമർജൻസി. ആക്സിഡന്റ് ആൻഡ് എമർജൻസി, അവിടേക്കൊക്കെ ബ്ലഡ് ഒക്കെ ആവശ്യമായിട്ട് വരൂലേ?
അല്ലെ? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, എപ്പോഴും ബ്ലഡ് വേണ്ടി വരുന്നതാണ് അവിടെയൊക്കെ. ഹോസ്പിറ്റൽ, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെയൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം. 3 പോയിന്റേ പറഞ്ഞോളൂ കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം, ഈസി വിസിബിലിറ്റി, പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കണം. പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ്, ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഇതിനോടൊക്കെ ഏറ്റവും അടുത്തായിരിക്കണം, ഏറ്റവും അടുത്തായിരിക്കണം. ക്ലിയർ ആയോ? കുറച്ച് കാര്യങ്ങള് ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പിന്നെ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഇത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുള്ള ചർച്ച ആണ്. ബാക്കിയൊക്കെ നമുക്കപ്പോ അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. ഇതൊന്ന് ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, ബൈ.